ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സുമേഷ് ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 4 ആയിട്ടാണ്. ആക്ട് 3 ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റിൻ്റെ ഒക്കെ നമുക്കൊന്ന് സ്പീഡാക്കി കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ട് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇതെന്ന് പറഞ്ഞത്. 10 നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. എന്താടാ അതിങ്ങനെ അറിയാം. ഫോളോ ദ ബ്ലാക്ക് ക്യാറ്റ്. ചെക്കനൊക്കെ എവിടെയാണോ എന്തോ ബ്ലാക്ക് ക്യാറ്റിനെ കാണാനില്ല ഗായ്സ്. ഓക്കെ, ഈ വഴിക്കാണ് പോയിട്ടുള്ളത്. ചെക്കൻ എവിടെയാണാവോ ഗായ്സ്. എൻ്റെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നമ്മൾ കയറി പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴോടെ എല്ലാതും അറിയാണ്ട്. ഓക്കെ, ഇതായിരിക്കുന്നു ബ്ലാക്ക് ക്യാറ്റ്. ഇതല്ലേ ബ്ലാക്ക് ക്യാറ്റ്? ബ്ലാക്ക് ക്യാറ്റ് ഇതേ തിരിഞ്ഞു നോക്കുന്നു. നല്ല രസമുള്ള അതിൻ്റെ ഉള്ളിൽ ചാടിപ്പോയി. ഇപ്പം നമ്മളെന്ത് ചെയ്യും ഗൈസ്? നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തോ തെറിച്ചു പോകും. എന്തത് നല്ല ബ്ലൂ കളറുള്ളൊരു സാധനമാണ്. ഇതേടാ ചെക്കൻ. ചെക്കൻ ഭാഗ്യം കിട്ടാ, ചെക്കൻ വന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്? ഫോളോ ദ ബ്ലാക്ക് ക്യാറ്റിനാണ് ഈ ഒരു കാൽപ്പാട് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇത്ര നേരം ഇരുന്നിട്ട് ഓടുന്നുണ്ട് കാര്യം. ഓക്കെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞ് നോക്കിയ കുറേ പാർട്ടിക്കിൾസ് മാത്രമാണ് കാണാനുള്ളത്. നേരെ പോകാൻ നമുക്ക് നേരെ വേഗം നമുക്കിവിടെ എസ്കേപ്പ്. ഇനി അങ്ങോട്ട് വഴിയില്ല ഗൈസ്, വഴിയില്ല. ഇനി പിന്നോട്ട് പോകേണ്ടി. അയ്യോ, വഴി കാണാൻ എന്തുണ്ടായണാവോ? ക്യൂരിയോസിറ്റി അടുത്തതിലേക്ക് എത്തി. നമ്മൾ അടുത്ത ലെവലെത്തി. നമ്മൾ ക്യൂരിയോസിറ്റി. ഓക്കെ ഗൈസ്, നമ്മൾ എന്തെപ്പോഴുണ്ടായേ ഞാൻ വിടിയ എന്തതിങ്ങനെ. എടാ ബ്ലാക്ക് ക്യാറ്റിനാണല്ലോ ഇത്ര നേരം അതുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കാണാമല്ലോ ബ്ലാക്ക് ക്യാറ്റിനെ. ഫോളോ ദ ബ്ലാക്ക് ക്യാറ്റ്. ഫോളോ എന്നല്ലേ പറയണ്ട, ഫൈൻഡ് എന്ന് പറയണ്ട. ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചെക്കൻ്റെ കണ്ണ് ചുമന്നിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് സീനില്ല, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കണു. ബ്ലാക്ക് ക്യാറ്റ് വേറെ അറിയൂ ബേബീനെ കൊണ്ടുവരെടുത്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അവിടെ. ഓക്കെ, അതായിരിക്കണം ബ്ലാക്ക് ക്യാറ്റ്. ഇവിടെ ഒരു ബുക്ക് ഗോസ് ഹിയർ. ഓക്കെ, മനസ്സിലായി. ഇരിപ്പ് കണ്ടോ? പിപ്പൂച്ചയ്ക്ക് എന്ത് പേരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ആ പേരിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ബുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ 2 മിസ്സിങ്, ഇവിടെ 3, പിന്നെ ഇവിടെ 5 ഇവിടെ 5, അപ്പുറത്ത് 3 ആയിരുന്നു. സോറി. ഓക്കെ, ഇനി 2, 3 കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് 2 അതായിരിക്കണം. 2 നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓടിക്കോ, വേഗമാണ്. നമുക്ക് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ അത് 4 ആണ്. 4 അല്ല നമുക്ക് വേണ്ടേ. എടാ പെയിൻറ്റിങ്ങിൽ ചെക്കനുണ്ടോ? അറിയാണ്ട് ചോദിക്കാം. ഓക്കെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അവിടെ വെക്കുന്നു. അപ്പോൾ ഇത് തുറക്കുന്നു. തുറക്ക്. തുറന്നു. ഇനി അങ്ങോട്ട് ഇറങ്ങി പോവുക. ഒക്കെ നമുക്ക് അറിയണ പോലെ കളിക്കുക. ഈ സാധനം എനിക്കറിയാം പൊട്ടിത്തെറിപ്പിക്കണത്. ഞാൻ വാൽവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കോൾ എടുത്തെറിഞ്ഞു കൊടുക്കാം. ഓക്കെ, ഫർണൻസാണ് കേട്ടോ സാധനം. ഫർണൻസാണ്, അറിയില്ലായിരുന്നു. പറഞ്ഞതിന് നന്ദി. ഫർണൻസ് ആയിരുന്നു ഇത്ര. ഇനിയും കുറേ ഇടണം. കണ്ട മഞ്ഞ് എത്തിയിട്ടുള്ളൂ. നമുക്ക് ചുമപ്പെത്തിക്കണം. നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ദ ബോയിലർ റൂം എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക്. ശരിക്കും നമ്മളതിപ്പോൾ പൊട്ടിത്തെറിപ്പിക്കാനാണ് നോക്കണത്. ഓക്കെ, നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നീക്കാൻ പൊട്ടിത്തെറിക്കും. എന്താ പൊട്ടാത്തേന്ന് പൊട്ടണല്ലേ. നമ്മളെ പറ്റിച്ചു. നമ്മൾ ചമ്മി ആടാ. പിന്നെ അതും കൂടെ പോയി. നമുക്കിനിയും കോള് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടതൊന്നും പോരായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് കോൾ ഇട്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ, ഭയങ്കര പ്രോഗ്രസ്. ഇട്ട് കഴിഞ്ഞിട്ട് വിളിക്കാം ഗൈസ് നിങ്ങളെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഭയങ്കര ഉണ്ട്. ഇപ്പോൾ ഞാൻ ആ വാൽവ് ഓഫ് എന്താ വെച്ചാൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലോർ ബിയോണ്ട് ദ ഗേറ്റ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോവാൻ പോവാണ്. ഓക്കെ, നമുക്ക് പോവാം. ഇത് മറ്റേ വള്ളിച്ചെടി, ഏതൊരു വള്ളിച്ചെടി വളർന്നുണ്ട് ഗൈസ്. എനിക്കറിയാം എന്താണ് ഈ വള്ളിച്ചെടിന്ന്, പക്ഷെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല. എടാ ഇത് മറ്റേ ഗേറ്റ് അല്ലേ? ഇത് നമ്മൾ കണ്ട ഗേറ്റാണ്. അതെന്തിട്ടോ
ഞെട്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ച് ജംപ് സ്കെയർ തോന്നി. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട്, ഇതിൽ കൂടെ പോകാം ഗൈസ്. ഇനി അവനത് തള്ളി തുറന്നിട്ട് വേണം. സൈഡിൽ കൂടെ അവന് നുഴഞ്ഞു വരാൻ അറിയില്ല, അവനത് തള്ളി തുറന്നിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ. അവന് ഈ സാധനം തുറക്കേണ്ടി വരും മിക്കവാറും. എക്സ്പ്ലോർ ബിയോണ്ട് ദ ഗേറ്റ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ തുറന്നു, അത് ലോക്ക്ഡാണ്. ഇനി ഇവിടെ ഇടിച്ചിടിച്ച് കളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഒരു തരം പൂവാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്നു, അങ്ങനെ ഉണ്ടാവുന്നു. എല്ലാം മനസ്സിലായി. ഇത് ചക്കൻ ചക്കൻ്റെ സിമ്പിളും ഉണ്ട്. ഇതെന്താ സാധനം? ഓ, ഒരു ബാറ്ററി തെറിച്ചു പോയി. റിക്വയർസ് ബാറ്ററി, ഇൻസേർട്ട് എ ന്യൂ ബാറ്ററി. എടാ, നമുക്ക് പുതിയ റോബോട്ടിനെ കിട്ടിയിടാ. നമുക്ക് വേഗം ബാറ്ററി കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. നമുക്ക് വേഗം ബാറ്ററി കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് പോവാം. നമുക്ക് പോവാം. ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇതല്ല ബാറ്ററിയുടെ റൂം, ഇതല്ല ബാറ്ററിയുടെ റൂം. ഇനിയുണ്ട് റൂമെന്ന് തോന്നുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. ഓക്കെ ടേക്ക് പ്ലെയർ. ഓക്കെ ബ്രോക്കൺ ബാറ്ററി, ഗെറ്റ് ബാറ്ററി. ഓക്കെ, സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ അത് വർക്കാവുമെന്ന് തോന്നുന്നു. ഇങ്ക് സംഭവം ബാറ്ററിയുടെ റൂമിലാണ് കേട്ടോ. ഓർത്ത് വെച്ചോ, ഇങ്ക് സംഭവം ബാറ്ററിയുടെ റൂമിൽ, ഫസ്റ്റ് റൂമിലാണ് ഇടുക. നമുക്ക് ആവശ്യം വരും, കാരണം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ കുറേ ഇരിക്കണണ്ട, നമുക്കത് എന്തായാലും ആവശ്യം വരും. അങ്ങനെയാണല്ലോ സംഭവം. അത് കണ്ണ് തുറന്നു. ഇനി അതിനെ ടേക്ക് റോബോട്ടിനെ അപ്സ്റ്റേഴ്സ് ടു റിപ്പയർ, മുകളിലോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. വേണ്ട, ഇനി ഹെമനിലോട്ട് കൊണ്ടുപോകാൻ വേണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മുകളിലോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പൊട്ടിത്തെറിപ്പിച്ച ഇത് ഓൺ ചെയ്താൽ പോരെ? നല്ല കാര്യം. തുറന്നുണ്ട്, നമുക്ക് പോവാം. ഓ, ഇത് എവിടെയൊക്കെ ഉണ്ട്? റിപ്പയർ റോബോട്ട്, പ്ലഗ് ഇൻ ഇറ്റ്. ഓക്കെ, ന്യൂട്ട്. ഓക്കെ, അവൻ്റെ പേരാണ് ന്യൂട്ട്. പൂച്ചയ്ക്ക് പേരിടാനും മറക്കണ്ട കേട്ടോ ഗൈസ്. ഓക്കെ, ന്യൂട്ട്. ലോഡിങ് 3 കട്ടയുണ്ട്. ഓ, ടാപ്പ്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ചാർജർ. ഞാനൊന്നും ചെയ്തില്ല. ഓക്കെ, പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ കഴിഞ്ഞ് ഇനി മൂന്നാമത്തെയാണ്. 3 ഉണ്ടാവും. തെറ്റിച്ച് പതുക്കെ എന്ത് കിട്ടത്? പതുക്കെ ശരിയായിട്ട് വിളിക്കാം. ഓക്കെ, ഭാഗ്യമുണ്ട്, ശരിയായിട്ടുണ്ട്. കുറേ നേരമായി ഗൈസ്. തലയൊക്കെ കിടന്ന് 360 കറങ്ങുന്നു. തല 360. ഹായ് എടുക്കാൻ വരാനാണോ? അല്ല, ഇതെന്താ മറ്റേ ഇങ്ക് പോലത്തെ ഒരു സാധനമല്ലേ ഇത്? ഇങ്ക് പോലത്തെ സാധനം നമുക്ക് വേമ്പോട്ട് എടുത്തിട്ട് വരാം ഗൈസ്. നമ്മുടെ റോബോട്ട് അത് ആവശ്യപ്പെടുന്നുണ്ട്, നമുക്ക് എടുത്തു കൊടുക്കാം. ന്യൂട്ട് എന്നാണ് റോബോട്ടിൻ്റെ പേര്. അപ്പോൾ ബൈ ദ വൈ പറഞ്ഞു തന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക. ഇങ്ങനത്തെ ഹൊറർ ഗെയിംസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വൈ ഗൈസ്, കണ്ടുകൊണ്ടിരിക്കാനിടയിലൊരു ലൈക്ക് അടിക്കാൻ എന്താണ് ഇത്ര താമസം? ഒന്ന് ലൈക്ക് അടിച്ചു പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഹായ് ഹാർട്ട്. ന്യൂട്ടിൻ്റെ ഹാർട്ട് കണ്ടു ഗൈസ്. നമ്മൾ ഇന്ന് അടിയിലൊരു കുന്ത്രാണ്ടം വെക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അറ്റാച്ച് ന്യൂ ബൂസ്റ്റർ. തെറിച്ച് പോയി. അവൻ എവിടെയാണ് ബൂസ്റ്റർ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലം? ഇങ്ങോട്ട് ചെറിയ ചെക്കനെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്കവാറും ചെക്കൻ ഇതിൻ്റെ ഉള്ളിൽ വരും ഗൈസ്. കാരണം ചെക്കനെ കയറ്റാൻ പാടില്ലാത്ത സ്ഥലത്താണല്ലോ ചെക്കൻ വരിക മുഴുവനായിട്ടും. ഓക്കെ, ഇവിടെയാണ് ന്യൂട്ടിൻ്റെ ബൂസ്റ്റർ ആയിട്ടുള്ള സ്ഥലം. ഇനി നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ല ഓപ്പൺ ചെയ്ത് നോക്കാം. ആരത്? ഓക്കെ, ചെക്കൻ്റെ പ്ലഷി ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇതും കൂടി ഓണാക്കാമെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ നമുക്ക്. ഓ, ഇതെന്താ സാധനം? ഡോർ സ്റ്റോപ്പ്. ഓക്കെ, മനസ്സിലായി. ഡോർ സ്റ്റോപ്പ് കൊണ്ട് അവിടെ വയ്ക്കുക, ന്യൂട്ടിനെ എടുത്തിട്ട് പോരുക. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ന്യൂട്ടിനെ എടുത്താൽ ഡോർ അടയും, നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. യൂസ് ഡോർ സ്റ്റോപ്പ്. ഓക്കെ, കമോൺട്രാ മോനെ. ഇവനെ നിന്ന് നമുക്ക് പറക്കാൻ പഠിപ്പിക്കാം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് പറക്കാനാണ്. എങ്ങനെ നമുക്ക് പറക്കാം? പറക്കാനുള്ള സാധനം കാണാനില്ല. ന്യൂ ബൂസ്റ്റർ കണ്ടുപിടിച്ചില്ല, ബാക്കിയെല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനം അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പറക്കാം, എങ്ങനെ ഒരു റോബോട്ടിനെ നമുക്ക് പറപ്പിക്കാം. പറപ്പിക്കാൻ
അറിയാത്തവർ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണണം. കണ്ടോ ചെക്കൻ തനിയെ പറഞ്ഞു. അതെ എക്സ്പോർട്സ്. അടിപൊളി. ഫൈൻഡ് ന്യൂട്ട് വേർ ഡിഡ് ഹി ഗോ എന്ന് എന്നോടാ ചോദിക്കുന്നത്. അടിപൊളി. നല്ല ഇതേ ഭൂമി വിളിക്കണു. ഭൂമി വിളിക്കാൻ വന്നു. ചെക്കൻ വരുപ്പോ ഇപ്പോൾ വരുന്ന തോന്നണ ചെക്കപ്പോൾ വരുന്നു. ആടാ നല്ല കാര്യടാ. നല്ല അതെ ന്യൂട്ട് വെക്കണു. ഹായ് ഹായ് കാണിക്കടാ. ഓപ്ഷൻ കൂടി വേണേ. ഇന്ന സാധനം വ്രഞ്ച് വേണമെന്നാണ് പറയുന്നത്. വ്രഞ്ച് അതായിരിക്കുന്നു. വ്രഞ്ച് കൊടുക്കും. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹെൽപ്പ് ന്യൂട്ട് റിപ്പയർ ദ എലമെൻറ്റ്. അവൻ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കാം. ചൂളടിച്ചിട്ടാണല്ലോ ചെക്കൻ വർക്ക് ചെയ്യുന്നതല്ലേ. അതേ കുറേ നട്ടും ബോൾട്ടൊക്കെ ഇളകി പോകുന്നു. ഇവർ റിപ്പയർ ചെയ്യണോ ചെയ്യണോ അതോ ലിഫ്റ്റ് മൊത്തത്തിൽ കേടാക്കുകയാണോ ചെയ്യണ ഗൈസ്? ഇതെന്ന് വെച്ചാൽ ഓയിൽ വെർ ഈസ് ഓയിൽ. ഞാൻ നേരത്തെ കണ്ട നാടാ ഓയിലൊക്കെ. നമുക്കിപ്പോൾ അത് ഒരു വട്ടം പോയിട്ട് വരുമ്പോൾ ഇവിടെ ഒന്നും അല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നുണ്ട് ഓയിൽ. ഇങ്ങോട്ട് ഇറങ്ങേണ്ടി വരില്ല. അതായിരിക്കണം ഓയിൽ. കാണാനുമില്ല. ഓക്കെ ഓപ്പറേറ്റ് കൺസ്യൂൾ. ഓപ്പറേറ്റ് ചെയ്തു. മിസ്സിങ് ബെസ്റ്റ്. എന്തായാലും നന്ന കാര്യം. ഗീവ് ടു ന്യൂട്ട്. ഓക്കെ ഇതൊക്കെ അടുത്ത് കുടിച്ചു. മിണ്ണിങ്ങി അല്ലേ? മിണ്ണിങ്ങി. നെക്സ്റ്റ് പോരട്ടെ. ചുറ്റിക നമ്മൾ നേരത്തെ കണ്ടതാണ്. ചുറ്റികയും കൊണ്ട് പോകുന്നു. ന്യൂട്ടനെ കൊണ്ടിരിക്കുന്നു. ചെക്കൻ കുറച്ചും കൂടി അടുത്തേക്ക് വന്നാ. നമ്മളെ വരുമ്പോൾ ചെക്കൻ അറ്റതല്ലേ ഉണ്ടായിരുന്നേ. അടുത്തേക്ക് വന്ന പോലെ ഉണ്ടല്ലോ. അപ്പം ചെക്കവിടെ എത്തും ഗൈസ്. ചെക്കപ്പം ഇവിടെ എത്തും. ഓക്കെ അതെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ലിഫ്റ്റ് കയറി പോവാം. ഓക്കെ യൂസ് ദ എലവേറ്റർ. ഓക്കെ എലവേറ്ററിൽ കയറി അടക്കി വേഗം അടക്കി. ഓക്കെ മിന്നുണ്ടിട്ടോ ഗൈസ് പണി. എന്തുട്ടത് ചെക്കൻ വന്നു ഗൈസ്. അങ്ങനെയാണല്ലോ. ബോർഡ് ഒട്ടിച്ചാൽ എന്തായാലും വരും. അതാണ് അവൻ്റെ ഒരു ഇത്. ഓക്കെ ലോഡായിട്ട് പിടിക്കാം. ലോഡായിട്ടുണ്ട്. ഇത് ലബോറട്ടറി എന്നാണ്. സീക്രട്ട് ഗാർഡൻ ആണ്. ഓക്കെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.